ഡിസൂസ ഹിയർ. ഞാൻ രമേശാണോടാ സംസാരിക്കുന്നത്. എന്റെ പെങ്ങളെ നശിപ്പിച്ചവരിൽ ഇനി നീ മാത്രമാണ് ശേഷിക്കുന്നത്. നീ എവിടെയായിരുന്നാലും ശരി, ഇന്ന് രാത്രി 12 മണിക്കകം നിന്നെ ഞാൻ കൊല്ലും. ഞാൻ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. ഭയപ്പെടരുത്. എനിക്ക് കുറച്ച് സമയം ഇവിടെ തങ്ങാൻ ഇടങ്ങാം. അതിന് അനുവാദം ചോദിക്കണോ? അങ്ങേറ്റം വന്നാൽ ഞങ്ങളെ കൂടി പോലീസ് കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. കുഞ്ഞുവാ, കല്യാണി കാപ്പി. രാധകുഞ്ഞു, അകത്തേക്കു. എന്താ ഈ അസമയത്ത്? എനിക്ക് അത്യാവശ്യമായി രമേശിനെ ഒരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. രമേശിനെയോ? അതെ. രമേശ് ഇവിടെ ഉണ്ട്. എവിടെ? അങ്ങോട്ടല്ലേ? അങ്ങോട്ട്. എന്തൊക്കെയാ ഇത്? ഒന്ന് കണ്ടിട്ട് ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒളിവിൽ കഴിയുന്ന ഒരു കുലപ്പുള്ളിയാണ് ഞാൻ. ആയിരിക്കാം. തൂക്കുമരത്തിൽ കയറാനുള്ള നിമിഷങ്ങൾ എണ്ണിക്കഴിയുന്നവനാണ് ഞാൻ. കാരണം എന്റെ ജീവിതം നശിക്കാൻ പാടില്ല. രമേശ് ജീവിക്കുന്നവരെ മാത്രം എനിക്ക് ജീവിച്ചാൽ മതി. എന്നെ ഇനിയും അകറ്റി നിർത്തരുത്. നിന്നെ എന്നിൽ നിന്നും അകറ്റി നിർത്തിയേ പറ്റൂ. ഇല്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോകണം. പ്ലീസ്. ഡിസൂസ ആരാണെന്ന് അവൻ അറിയില്ല. അവൻ എന്നെ കൊല്ലാനുള്ള സമയമല്ലേ അറിയിച്ചത്. ഞാനാണെങ്കിൽ അവൻ അറിയിച്ച സമയം അവന്റേതായിരിക്കും. എടാ, ഞാൻ എവിടെ ഉണ്ടെന്നുള്ള വിവരം ആരും അറിഞ്ഞു പോരുത്. എങ്ങോട്ടാണ് വണ്ടി വിടുന്നത്? നിർത്തടാ.
ഡിസൂസ ശേഖർ വിക്രമൻ. എന്റെ ഓരോ ശത്രുവിനെ കൊണ്ട് തന്നെ ഞാൻ വെട്ടിവീഴ്ത്തിടാ. പക്ഷേ ആ രമേശിന്റെ കഴുത്തിൽ തൂക്കേർ വീണു എന്നറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും. രമേശിന്റെ കാര്യത്തിൽ മുതലാളി പേടിക്കുന്നതിനാ? അയാൾക്ക് മുതലാളിയെ പറ്റി യാതൊരു സംശയമില്ലല്ലോ. എടാ വിധി, വക്കീലിന്റെ മകളുടെ കാമുകനാണ് രമേശ്. അത് നിനക്കറിയാമല്ലോ. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ എന്റെ രഹസ്യങ്ങളെ കുറിച്ച് ആ വക്കീൽ അവനോട് സംസാരിച്ചാൽ അതെനിക്ക് ആപത്താണ്. അതുകൊണ്ട് ഒന്നുകിൽ അവനെ പോലീസിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവനെ വകവരുത്തണം. സർ, രമേശിനെ വകവരുത്തിയാൽ ഉണ്ണിത്താൻ, ഇനിയും നിങ്ങളുടെ ദാഹം തീർന്നില്ല അല്ലേ? രമേശ് കൊല ചെയ്തെങ്കിൽ അതവന്റെ കുടുംബം തകർത്തവരെയാണ്. നിങ്ങൾ ഓരോരുത്തരെയായി കൊല്ലിച്ചത് നിങ്ങളുടെ തന്നെ കൂട്ടുകാരെയാണ്. എനിക്ക് കൂട്ടുകാരില്ല. ഉണ്ട്, ശേഷിക്കുന്ന ഞാൻ. നിങ്ങൾ രമേശിനെ കൊന്നാൽ എന്റെ മകളുടെ ജീവിതമായിരിക്കും തകരുക. അന്ന് എനിക്ക് മരിക്കേണ്ടി വരും. പക്ഷെ ഉണ്ണിത്താൻ, അതിനു മുമ്പ് പലരുടെയും പ്രാണരക്തം ഊറ്റിക്കുടിച്ചിട്ടുള്ള നിങ്ങളുടെ കഴുത്തിൽ കൊലക്കയർ വീഴുന്ന കണ്ടിട്ട് ഞാൻ മരിക്കും. മിസ്റ്റർ മേനോൻ, നിങ്ങൾക്ക് മകളോടുള്ള അപാരമായ സ്നേഹം കൊണ്ടാണ് നിലമിട്ട് സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ പൊയ്ക്കൊള്ളൂ. മിസ്റ്റർ മേനോൻ, പൊയ്ക്കൊള്ളൂ. എന്നെ സംബന്ധിക്കുന്ന പല രഹസ്യരേഖകളും ആ വക്കീലിന്റെ കയ്യിലുണ്ട്. അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ കഥ കഴിച്ചു. ഓക്കെ? മുതലാളി പറയുന്നുകൊണ്ടൊന്നും തോന്നരുത്. എന്താണെന്ന് പറയണ? മുതലാളിയെ ജീവന് തുല്യം സ്നേഹിച്ച ആളല്ലേ വക്കീൽ. അദ്ദേഹത്തെ കൊല്ലുന്ന ന്യായമാണോ? മുതലാളി, ന്യായവും അന്യായവും നീ എന്നെ പഠിപ്പിക്കുന്നു. വേണ്ടി വന്നാൽ നിന്നെ ഞാൻ കൊല്ലടാ. പറയുന്നതനുസരിച്ച് ജീവിക്കാമെങ്കിൽ മാത്രം ജീവിച്ചാൽ മതി. അത് you bloody fool. പോകുന്നതിന് മുമ്പ് കേശവപിള്ളച്ചേട്ടനെ കണ്ട് യാത്ര പറയാമെന്ന് കരുതി. എന്നോട് കാണിച്ച ഈ സ്നേഹത്തിന് പകരമായിട്ട് എന്തെങ്കിലും തരാനൊന്നുമില്ല. എനിക്കിനി ഒരു ജീവിതമില്ല ചേച്ചി. ഒരു കടമ കൂടി ചെയ്തു തീർത്താൽ എല്ലാമായി. എന്താ കുഞ്ഞെ? വക്കീൽ അദ്ദേഹത്തെ ഞാൻ എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നത്. എന്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കണം. എന്നിട്ട് എന്റെ സ്നേഹിതന്റെ മുമ്പിൽ വിലങ്ങിനും കൈ നീട്ടണം. ഞാനാണ് പ്രേമൻ.
വാതിൽ തുറക്കണം. കേശവചേട്ടനോട് രമേശ് സാർ, വക്കീൽ അദ്ദേഹത്തിന് കൊല്ലാൻ ഉണ്ണിത്താൻ ആളെ വെച്ചിരിക്കുക. ഉണ്ണിത്താൻ ഉടനെ എത്തിയില്ലെങ്കിൽ അദ്ദേഹത്തെ ജീവനോടെ തിരിച്ചിട്ടില്ല. ഗോപി ഹിയർ. രമേഷോ? വക്കീലിന്റെ വീട്ടില്? വക്കീൽ സാർ, 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 വക്കീൽ സാർ. വക്കീൽ സാർ, വക്കീൽ സാർ. രമേശ്, എന്റെ മോളോടെ താഴെയൊന്നും കണ്ടില്ല. രമേശ്, ഞാൻ എന്നോട് ക്ഷമിക്കൂ. നിന്നേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തവനാണ് ഞാൻ. മരിക്കുന്നതിന് മുമ്പ് ആ സത്യം നീ അറിയണം. നീ ആദ്യം കൊല്ലേണ്ടിയിരുന്നത് ഉണ്ണിത്താനെയായിരുന്നു. വക്കീൽ സാർ, നിന്റെ അച്ഛനെ കൊന്നത് ആ ദ്രോഹിയാണ്. ഒരു ദിവസം നിന്റെ അച്ഛൻ